നമസ്കാരം. 2016 LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് കേരളം കണ്ടത് നാടിൻ്റെ മുക്കിനും മൂലയിലും വരെ മദ്യശാലകൾ തുറന്നു കൊടുക്കുന്ന ഒന്നാം പിണറായി സർക്കാരിനെയാണ്. അതിനുശേഷം നിരവധി കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും ഒക്കെ നടന്നു. അതിൽ പല സംഭവങ്ങളിലും മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുമായിരുന്നു ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയത്. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു, കാമുകയെ പെട്രോൾ ഒഴിച്ചു കൊല്ലുന്നു, കാമുകനെ കുത്തിക്കൊല്ലുന്നു, കാല് വെട്ടി തോളിൽ വെച്ചുകൊണ്ട് താണ്ഡവമാടുന്ന ഗുണ്ടകൾ. ഇതൊക്കെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ട കാഴ്ചകളാണ്. ഈ പുതിയ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 1111 ഹോട്ടലുകൾക്ക് കൂടി ബാർ, ബിയർ പാർലർ ലൈസൻസ് നമ്മുടെ പിണറായി സർക്കാർ നൽകിയിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു. തുടർച്ചയായി രണ്ടാം സാമ്പത്തിക വർഷമാണ് സ്വകാര്യ മദ്യശാലകളുടെ എണ്ണം 1000 കടക്കുന്നത്. ക്ലാസിഫിക്കേഷൻ പുതുക്കാത്ത ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കാനുള്ള നീക്കം വിവാദമായി എങ്കിലും കഴിഞ്ഞ വർഷത്തേതുപോലെ ഇത്തവണയും ഇവയ്ക്ക് എല്ലാം ലൈസൻസ് പുതുക്കി നൽകി. ഇത്തരത്തിൽ ലൈസൻസ് നേടിയ ബാറുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതിൻ്റെ കണക്ക് പ്രത്യേകമായി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പുതിയ സാമ്പത്തിക വർഷം ഈ ബാർ പ്രവർത്തിപ്പിക്കാനുള്ള ലൈസൻസ് നേടിയത് 894 ഹോട്ടലുകളാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 848 ബാറുകളായിരുന്നു ഈ സ്ഥാനത്തുണ്ടായിരുന്നത്. ഒരു വർഷം കൊണ്ട് 46 ബാറുകളുടെ വർധനയാണ് സംസ്ഥാനത്തുണ്ടായത്. 217 ബിയർ പാർലറുകളും ഈ വർഷം ലൈസൻസ് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ബാറും ബിയർ പാർലറും ചേർത്ത് 1070 മദ്യശാലകൾ ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ. എന്നാൽ ഇന്ന് അത് 1111ആയി. സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദം കഴിയുന്നതുവരെ ലൈസൻസ് പുതുക്കൽ പ്രക്രിയ നടക്കാറുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഈ ബാറുകളുടെ എണ്ണം കൂടാം. അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ മദ്യത്തിൻ്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്നും മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കുമെന്നുമൊക്കെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത 2 പിണറായി സർക്കാരുകളും ചേർന്നിട്ടാണ് പുതിയതായി തുറന്നു കൊടുത്തത് 433 ബാറുകൾ. സർക്കാരിൻ്റെ 333 മദ്യവിൽപ്പനശാലകൾ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. 3 സ്റ്റാറിനോ അതിന് മുകളിലോ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് നൽകാൻ പാടുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ മദ്യനയം. കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് ഹോട്ടലുകൾക്ക് ഈ ക്ലാസിഫിക്കേഷൻ നൽകേണ്ടത്. ഹോട്ടലുകൾ റീക്ലാസിഫിക്കേഷന് അപേക്ഷ നൽകിയ ശേഷം മനഃപൂർവ്വം ക്ലാസിഫിക്കേഷൻ പരിശോധന വൈകിപ്പിക്കുന്നതായി ടൂറിസം മന്ത്രാലയം കഴിഞ്ഞ വർഷം കത്തയച്ചിരുന്നു സംസ്ഥാനത്തിന്. എന്നാൽ റീക്ലാസിഫിക്കേഷന് അപേക്ഷ നൽകിയ 200-ലധികം ഹോട്ടലുകൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാന സർക്കാർ ബാർ ലൈസൻസ് പുതുക്കി നൽകി എന്നുള്ളതാണ്. ഇത്തവണയും ബാർ ലൈസൻസ് അനുവദിക്കാനായി ഫെബ്രുവരി 13 നികുതി വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനിരോധന സമിതി അടക്കം ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ സർക്കാർ അതൊന്നും വകവെച്ചില്ല. അത് ലൈസൻസ് പുതുക്കി നൽകി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുതിയതായി തുറന്നു കൊടുത്തത് 200 ബാറുകളാണ്. അതായത് 5 വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി സർക്കാർ തുറന്നു കൊടുത്തത് പുതിയ 200 ബാറുകളാണ്. പിന്നെ 442 ബാറുകൾക്ക് അവരുടെ ലൈസൻസ് പുനഃസ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെ ആകെ 671 ബാറുകളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ സർക്കാരിൻ്റേതായി സഹായത്തോടു കൂടി തുറന്നത്. ഈ രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ ഒഴിയുമ്പോൾ ആകെ ബാറുകളുടെ എണ്ണം 894 ആയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ചിന്താശേഷിയില്ലാത്ത ഒരു തലമുറയാണ്. കാരണം പുതുതലമുറയാണ്, യുവതലമുറയാണ് ഈ ഭരണകൂടത്തിൻ്റെ അഴിമതികളെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ തലയ്ക്ക് വെളിവുള്ള ആൾക്കാർ, ഒരു യുവതലമുറ ഇവിടെ ഉണ്ടായാൽ അത് തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു CPM-കാർ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റാപ്പർ വേടൻ. റാപ്പർ വേടൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ട് പോലും അയാളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും CPM നേതാക്കളും സ്വീകരിച്ചത്. അതിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വേടനെ സംരക്ഷിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ വേടനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിലൂടെ അത് യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമാകാൻ. കാരണം വേടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആരാധക വൃന്ദമുണ്ട്. എന്താണ് അവൻ പറയുന്നതെന്നോ പാടുന്നതെന്നോ അവന് പോലും അറിയില്ല. പക്ഷേ അത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ തലയ്ക്ക് വെളിവില്ലാത്ത കുറേ പേരുണ്ട്. അവരൊക്കെ ഇത് കൈയടിക്കുന്നു, ആർത്ത് വിളിക്കുന്നു, ഇവരെ കാണാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വേടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു ഈ സർക്കാരൊക്കെ ഇവനെ ചേർത്ത് നിർത്തിയത്. അപ്പോൾ വേടനെ ചേർത്ത് നിർത്തുന്നതിലൂടെ യുവതലമുറയ്ക്ക്, പുതുതലമുറയ്ക്ക് ഒരു സന്ദേശം കൂടി നൽകുകയാണ്. നിങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചോളൂ, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടി CPM നേതാക്കളും സംസ്ഥാന സർക്കാരും നൽകി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ താളം തെറ്റിക്കാനും ഈ മദ്യത്തിൻ്റെ
ഉപയോഗം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം മദ്യത്തിൻ്റെ വില ക്രമാതീതമായി കൂട്ടി. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ ഡിപ്പോസിറ്റ് വാങ്ങിച്ചു. ഈ ഡിപ്പോസിറ്റൊക്കെ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് അവർക്കത് കിട്ടുന്നത്. ആരും 20 രൂപ കൊണ്ട് കുപ്പി കൊടുത്തിട്ട് 20 രൂപ കൊണ്ട് തിരിച്ചു വാങ്ങാൻ പോകുന്നില്ല. ഇപ്പോൾ കാണുന്ന കാഴ്ച, ഈ 20 രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള മദ്യം വാങ്ങി അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ വെച്ച് അത് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ വെച്ച് അതിനെ കുടിച്ചു തീർക്കുകയും ഈ കുപ്പി കൊടുത്ത് 20 രൂപ വാങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം ക്രൂരതയാണ് കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത്, സ്ത്രീകളോട് ചെയ്തത്, ഈ പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്തത്. അതുമാത്രമല്ല, ഈ പിണറായി സർക്കാരിൻ്റെ അന്ത്യകാലത്ത്, ഈ അവസാന കാലത്ത് പോലും ബാറുകൾക്ക് 2 മണിക്കൂർ കൂടുതൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുക കൂടി ചെയ്തു സർക്കാർ. പല ഭാഗത്തു നിന്നും എതിർപ്പുകളുണ്ടായി, പക്ഷേ അതൊന്നും സർക്കാർ വകവെച്ചില്ല. അതിനു പകരം ബാറുകൾക്ക് 2 മണിക്കൂർ കൂടി പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നുള്ള ആരോപണവുമുണ്ട്. പക്ഷേ ഇതൊന്നും സർക്കാരിനെ ബാധിക്കുന്ന വിഷയമല്ല. കോടതിയെ വകവയ്ക്കില്ല, പ്രതിപക്ഷത്തെ വകവയ്ക്കില്ല, പൊതുജനങ്ങളെ വകവയ്ക്കില്ല. കാരണം തലയ്ക്ക് വെളിവില്ലാത്ത കുറേ എണ്ണമാണ് ഇത്രയും ദിവസം ഇവിടെ ഭരിച്ചത്. കാരണം അവർക്ക് കോടതി ഉത്തരവിനെ ലംഘിച്ചാൽ എന്താണ് ഉണ്ടാകുന്നതെന്നൊന്നും അവർക്ക് വിഷയമല്ല. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് അവർക്കറിയില്ല. അതാണ് അവരെ ഇത്രയും കാലം മുന്നോട്ട് നയിച്ചത്. എന്തായാലും 10 വർഷത്തെ കിരാത ഭരണത്തിൽ നിന്ന് ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്.